ആഘോഷങ്ങൾ ദുബായിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിൽ തുടക്കത്തിൽ പതറിയിരുന്നു, പക്ഷേ ഗംഭീരമായ ഫിനിഷിംഗ് ആണ് മധ്യനിര ഇന്ത്യക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. ദുബായിൽ നിന്ന് നമുക്കൊപ്പം ഇപ്പോൾ സുരേഷ് വെള്ളിമുറ്റം കൂടി ചേരുന്നുണ്ട്. സുരേഷ്, ആദ്യത്തെ 3 വിക്കറ്റുകൾ പോയപ്പോൾ ഒരു ചെറിയ ആശങ്ക, ഒരു ചെറിയ രീതിയിലൊരു പതർച്ച ഉണ്ടായി. പക്ഷേ മധ്യനിര ഇന്ത്യക്ക് വേണ്ടി ഒരുമിച്ച് നിന്നു, ഒറ്റക്കെട്ടായി നിന്നു, ജയം ഇങ്ങെടുത്തു. ഈ ആകാശത്ത്, ഈ സ്റ്റേഡിയത്തിന്റെ ആകാശത്ത് ഇപ്പോൾ അല്പം മുൻപ് നമ്മൾ കണ്ടത് ആ വിജയത്തിന്റെ വെടിക്കെട്ടാണ്, ഇന്ത്യയുടെ ആവേശത്തിന്റെ വെടിക്കെട്ടാണ്. മധ്യനിരയിലും തുടക്കത്തിലും ഒക്കെ പതറിപ്പോയ ഇന്ത്യ വലിയ ശക്തമായ രീതിയിൽ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. ഒരുപക്ഷെ കണ്ണീരോടുകൂടി ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിന്നും തിരിച്ചു പോകേണ്ടി വരുമോ എന്ന് ആരാധകർ ആശങ്കപ്പെട്ടിരുന്ന നിമിഷമുണ്ടായിരുന്നു ഈ മത്സരത്തിൽ. അവിടെയാണ് ഇന്ത്യ വളരെ ശക്തമായി തിരിച്ചു വന്നത്. അതിന് പ്ലേയേഴ്സിനൊപ്പം തന്നെ, താരങ്ങൾക്കൊപ്പം തന്നെ നന്ദി പറയേണ്ടത് ഇനി ഇപ്പോൾ ഇറങ്ങി വരുന്ന ആരാധകരോടാണ്. കാരണം ഒരു ഘട്ടത്തിലും ഇന്ത്യ തകർച്ചയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഒരൊറ്റ ബോളിന് പോലും, ഒരു റണ്ണിന് പോലും വലിയ ആവേശം, വലിയ പിന്തുണ സ്റ്റേഡിയത്തിൽ നിന്നും ആരാധകർ നൽകി. സ്കോറൊക്കെ അടിക്കുന്ന സമയത്ത് വളരെ ശക്തമായി തന്നെ ആരാധകർ എഴുന്നേറ്റ് നിന്ന് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ ജീത്ത എന്ന് വിളിക്കുന്നു. അത്രയ്ക്ക് പിന്തുണ എല്ലാ ടീം അംഗങ്ങൾക്കും ആരാധകർ നൽകി. അതിന്റെ ഒരു വിജയം കൂടിയാണ് ഇത്. കാരണം ഒരുപക്ഷെ എല്ലാ മത്സരങ്ങളും വിജയിച്ച പാകിസ്ഥാന് തറ പറ്റിച്ചുകൊണ്ട് വന്നിട്ടുള്ള ടീം അവസാന മത്സരത്തിൽ മാത്രം പരാജയത്തോടു കൂടി പോകേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെട്ട ഒരു നിമിഷമായിരുന്നു. സുരേഷിന്റെ ചുറ്റും അവിടെ നിന്നുള്ള ആഘോഷ കാഴ്ചകൾ, അവിടെ വെടിക്കെട്ടൊക്കെ, ക്രീസിലെ വെടിക്കെട്ട് കഴിഞ്ഞു. ഇനി ആരാധകരുടെ വെടിക്കെട്ടാണ് അവിടെ ഇപ്പോൾ ദുബായിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തിലക് വർമ്മ, എന്റെ വർമ്മ സാറേ എന്ന് മാത്രമേ പറയാനുള്ളൂ, ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഇന്ന് തിലക് വർമ്മ ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അത് ക്രീസിലും ഇപ്പോൾ കാണിക്കുകയാണ്. ഈ ചോദിച്ചു വാങ്ങുക എന്ന് പറയാറുണ്ട് നമ്മൾ. ആ രീതിയിൽ പാകിസ്ഥാൻ പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഈ കഴിഞ്ഞ സൂപ്പർ 4ലും ഗ്രൂപ്പ് മത്സരത്തിലും കാണിച്ചിരുന്നു. അതിനൊക്കെ കൃത്യമായ മറുപടി ഇന്ന് ഇതാ ഫൈനലിൽ ഇന്ത്യ നൽകുകയാണ്. ഹാട്രിക് തോൽവിയോടുകൂടി, ഇന്ത്യക്കെതിരെ ഹാട്രിക് തോൽവിയോടുകൂടിയാണ് ഏഷ്യ കപ്പിൽ പാകിസ്ഥാന്റെ മടക്കം.